ഗ്രഹങ്ങളെ നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് വാതക ഭീമൻ അല്ലെങ്കിൽ മാതൃനക്ഷത്രത്തെ ചുറ്റുന്ന പാറകൾ നിറഞ്ഞ ലോകങ്ങളുടെ പര്യായമായാണ്. നക്ഷത്രങ്ങൾ പോണ വഴിയോളം ക്ഷീരപഥം നൂറുകണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമായി നിരനിരയായി കിടക്കുന്നു. ആ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷവും വ്യത്യസ്തവുമായിട്ടുള്ള ജനനത്തിൻ്റെ ചരിത്രത്തിൻ്റെയും കഥകൾ നമ്മോട് പറയുന്നുണ്ട്. ചിലത് വലുതും തിളക്കമുള്ളതുമാണ്, ചിലത് ചെറുതും മങ്ങിയതുമാണ്, ചിലത് ഏതാനും ദശലക്ഷക്കണക്കിന് മുൻപ് ജനിച്ചവയാണ്, മറ്റുള്ളവ പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുള്ളതാണ്. എന്നാൽ പ്രായോഗികമായി അവയ്ക്കെല്ലാം പൊതുവായി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്: സൗരയൂഥങ്ങൾ. കെപ്ലർ മിഷനും മറ്റ് എക്സോ പ്ലാനറ്റ് പഠന രീതികളും പോലെ നിങ്ങൾ ഗ്രഹങ്ങളെ കണ്ടെത്തണമെങ്കിൽ ഒരു നക്ഷത്രം തിരഞ്ഞെടുത്ത് അതിനു ചുറ്റും നോക്കുക. നിങ്ങൾ ഒന്നല്ല, ഗ്രഹങ്ങളുടെ ഒരു മുഴുവൻ സംവിധാനവും കണ്ടെത്താൻ ബാധ്യസ്ഥരാണ്. എന്നാൽ അതിനപ്പുറം നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും പുറമെ കേന്ദ്ര നക്ഷത്രങ്ങളൊന്നുമില്ലാത്ത ധാരാളം ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഗാലക്സിയിലെ റോക്ക് പ്ലാനറ്റ് അല്ലെങ്കിൽ തെമ്മാടി ഗ്രഹങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഇത് ശരിയായിരിക്കാം. ചെറിയ നക്ഷത്ര സമൂഹങ്ങൾ മുതൽ നക്ഷത്രാന്തര ബഹിരാകാശം മുതൽ ഭീമാകാരമായിട്ടുള്ള ഗാലക്സികളുടെ കേന്ദ്രങ്ങൾ വരെ. നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ നക്ഷത്രരഹിതമായ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ അലഞ്ഞു നടക്കുന്നു. ഒരുപക്ഷെ അതിലും കൂടുതൽ. ഇതിനർത്ഥം നിങ്ങൾ കാണുന്ന ഓരോ പ്രകാശ ബിന്ദുവിനും നിങ്ങൾ കാണാത്ത നിരവധി വലിയ ബിന്ദുക്കൾ നിലവിലുണ്ട്. കാരണം ആ ബിന്ദുക്കൾ ദൃശ്യപ്രകാശം പുറപ്പെടുവിപ്പിക്കുന്നില്ല. നിരീക്ഷണ ഫലമായി ഈ സമീപകാലത്ത് സാധ്യമായിട്ടുള്ള നിരവധി തെമ്മാടി ഗ്രഹ സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെ കാൻഡിഡേറ്റ്സ് എന്ന് വേണേൽ വിളിക്കാം. കാരണം നല്ല സ്ഥിരീകരണ സാങ്കേതികത ഇല്ലാത്തതിനാൽ ഇവ യഥാർത്ഥ ഗ്രഹങ്ങളാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഏറ്റവും മികച്ച ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചു പോലും അവ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നിരവധി പ്ലാനറ്റ്സ് അങ്ങനെ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. അവ കണ്ടെത്തുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും റോക്ക് പ്ലാനറ്റ്സിൻ്റെ നല്ലൊരു സംഖ്യ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമുക്കുണ്ട്. ഈ ഗ്രഹങ്ങളുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉറവിടം നമുക്ക് എല്ലാവർക്കും അറിയാം: സൗരയൂഥങ്ങൾ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സൗരയൂഥം അല്ലാതെ തന്നെ പ്രപഞ്ചത്തിലെ മറ്റു സൗരയൂഥങ്ങൾ. അത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഗ്രാവിറ്റേഷണൽ കൊളാപ്സിന് ശേഷം ഫ്യൂഷൻ ജ്വലിക്കുന്ന ഒരു ബഹിരാകാശ പ്രദേശം സൃഷ്ടിക്കുന്നു. അതിനു ചുറ്റും ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളുള്ള ഒരു കേന്ദ്ര നക്ഷത്രം നമുക്ക് ലഭിക്കുന്നു. ആ ഒരു ഡിസ്കിൽ ഗുരുത്വാകർഷണ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. അത് അവയുടെ ചുറ്റുപാടിൽ നിന്ന് കൂടുതൽ ദ്രവ്യങ്ങളെ ആകർഷിക്കുന്നു. അതേസമയം പുതിയതായി രൂപം ഈ ഒരു കേന്ദ്ര നക്ഷത്രത്തിൽ നിന്നുള്ള താപം വളരെ നേരിയ വാതകത്തെ ക്രമേണ ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിലേക്ക് വീശുന്നു. കാലക്രമേണ ഗുരുത്വാകർഷണ ക്രമക്കേടുകൾ ചിഹ്നഗ്രഹങ്ങളിലേക്കും പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങളിലേക്കും അത് വളരുന്നു. അവയിൽ ഏറ്റവും വലുത് വാതക ഭീമന്മാരായിട്ട് മാറുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഈ ലോകങ്ങൾ മീൻസ് പുതുതായിട്ട് രൂപം കൊണ്ട ഈ ഗ്രഹങ്ങൾ അവയുടെ കേന്ദ്ര നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുക മാത്രമല്ല, ഗുരുത്വാകർഷണത്താൽ പരസ്പരം വലിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് എത്ര ലോകങ്ങളാണോ ഫോം ചെയ്തത് അവ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. കാലക്രമേണ ഈ ഗ്രഹങ്ങൾ അവർക്ക് നേടാനാകുന്ന ഏറ്റവും സ്ഥിരതയുള്ള ഒരു കൺഫിഗറേഷനിലേക്ക് കുടിയേറുന്നു. ഇത് സാധാരണയായി അർത്ഥമാക്കുന്നത് ഏറ്റവും വലിയ ലോകങ്ങൾ, അതായത് വാതക ഭീമന്മാരാകാം, അവയുടെ സ്ഥിരതയുള്ള ഒരു കോൺഫിഗറേഷൻ പോയിന്റിലേക്ക് അവ കുടിയേറുന്നു. പലപ്പോഴും മറ്റ് ചെറിയ ഗ്രഹങ്ങളുടെ ചിലവിലാണ് അത് നടക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിരതയ്ക്കായുള്ള ഈ ഒരു കോസ്മിക് യുദ്ധത്തിൽ, അതായത് പരസ്പരം പിടിച്ചു വലിച്ച് ഏത് ഗ്രഹത്തിന് എവിടെയാണോ സ്ഥാനം ഉറപ്പിക്കുന്നത്, ആ ഒരു കോസ്മിക് യുദ്ധത്തിൽ പരാജിതർക്ക് എന്ത് സംഭവിക്കും? അതിൽ ഒരുപാട് ഗ്രഹങ്ങൾ പരാജയപ്പെടാറുണ്ട്. അവർക്ക് സ്ഥാനം കണ്ടെത്താൻ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് സംഭവിക്കുക? ഒന്നുകിൽ അവ ലയനത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടുകയോ സൂര്യനിലേക്ക് പറന്നുയരുകയോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സൗരയൂഥത്തിൽ നിന്നും നക്ഷത്രാന്തര ബഹിരാകാശത്തേക്ക് ആ ഗ്രഹങ്ങൾ പുറന്തള്ളപ്പെടാം.
സൗരയൂഥം പോലുള്ള ഗ്രഹങ്ങളാൽ സമ്പന്നമായ എല്ലാ സൗരയൂഥത്തിനും നക്ഷത്രാന്തര മാധ്യമത്തിലേക്ക് അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരു വാതക ഭീമൻ ഗ്രഹമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സമീപകാല സിമുലേഷൻ കാണിക്കുന്നത്. കൂടാതെ ഒരു സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ചെറുതും പാറ നിറഞ്ഞതുമായ ലോകങ്ങളുടെ എണ്ണം 5 to 10 വരെ ഉയർന്നേക്കാം. അത് തീർച്ചയായും റോക്ക് പ്ലാനറ്റിൻ്റെ ഒരു പ്രധാന ഉറവിട മാർഗമാണ്. മിക്കവാറും അവയിൽ 100 കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഏറ്റവും മികച്ച സൈദ്ധാന്തിക കണക്കുകൂട്ടലുകളുടെ എണ്ണം തയ്യാറാക്കുമ്പോൾ യുവ സൗരയൂഥങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവ നമ്മൾ പ്രതീക്ഷിക്കുന്ന റോക്ക് പ്ലാനറ്റ്സിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അപ്പോൾ അവയെല്ലാം എവിടെ നിന്ന് വരും? ഭൂരിഭാഗം നക്ഷത്രങ്ങളില്ലാത്ത ഗ്രഹങ്ങളും എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുന്നതിന് ഒരേ സമയം ഒരു വലിയ സ്കെയിലിൽ നോക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹിരാകാശത്ത് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ മാത്രമല്ല, ചുറ്റും രൂപം കൊണ്ട നക്ഷത്ര വ്യവസ്ഥകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട്. തണുത്ത വാതകത്തിൻ്റെ സാവധാനത്തിലുള്ള തകർച്ചയിൽ നിന്നാണ് നക്ഷത്ര സമൂഹങ്ങൾ രൂപം കൊള്ളുന്നത്. അവയിൽ ഭൂരിഭാഗവും ഹൈഡ്രജൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സാധാരണയായി നിലവിലുള്ള ഗാലക്സിയിലാണ് സംഭവിക്കുന്നത്. ഈ കൊളാപ്സിംഗ് ക്ലൗഡ്സിനുള്ളിൽ ഗുരുത്വാകർഷണ അസ്ഥിരതകൾ രൂപം കൊള്ളുന്നു. ആദ്യത്തേതും ഏറ്റവും വലിയ അസ്ഥിരതകളും കൂടുതൽ ദ്രവ്യങ്ങളെ ആകർഷിക്കുന്നു. അങ്ങനെ ആവശ്യത്തിന് ദ്രവ്യം ബഹിരാകാശത്ത് ചേരുകയും ഈ മേഘങ്ങളുടെ കാമ്പിലെ സാന്ദ്രതയും താപനിലയും ആവശ്യത്തിന് ഉയർത്തുകയും ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ജ്വലിപ്പിക്കുകയും നക്ഷത്രങ്ങൾ ജനിക്കുകയും ചെയ്യുന്നു. ഇത് പുതിയൊരു നക്ഷത്രവും നക്ഷത്ര വ്യവസ്ഥയും മാത്രമല്ല, അവയിലും കൂടുതൽ കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ കാരണമാകുന്നു. കാരണം ഒരു പുതിയ നക്ഷത്രം രൂപപ്പെടാൻ കൊളാപ്സ് ആവുന്ന ഓരോ മേഘത്തിലും ധാരാളം നക്ഷത്രങ്ങൾ രൂപപ്പെടാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതോടൊപ്പം മറ്റൊന്നും സംഭവിക്കുന്നു. രൂപം കൊള്ളുന്ന ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ ഏറ്റവും ചൂടുള്ളതും നീല നിറമുള്ളവയുമാണ്. അതായത് അവ ഏറ്റവും അയണൈസ്ഡിങ് അൾട്രാവയലറ്റ് വികിരണം പുറപ്പെടുവിപ്പിക്കുന്നു. കോസ്മോസിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത അർജന്റ് റൈസസ് അവിടെ നിന്ന് ആരംഭിക്കുന്നു. അർജന്റ് റേസസ് മീൻസ് ഒരു പന്തയം അല്ലെങ്കിൽ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പ്രപഞ്ചത്തിൽ എവിടെ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നുവോ അവിടെ നെബുല അല്ലേ, നെബുലയിലാണ് നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നെബുലയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരേ സമയം നമുക്ക് 2 പ്രക്രിയകൾ മത്സരിക്കുന്നത് അവിടെ കാണാൻ സാധിക്കും. ഒന്ന് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ഇത്തരം പുതിയ മേഘങ്ങളിൽ കൂടുതൽ ദ്രവ്യം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഗ്രാവിറ്റി കൂടുന്നു, അത് ഓവർ ഡെൻസിറ്റി റീജിയനാക്കി മാറ്റുന്നു. അപ്പോൾ ഗ്രാവിറ്റി കൂടുതൽ ദ്രവ്യങ്ങളെ അതിലോട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതിൽ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു റീജിയൻ എന്താവും, ഓവർ ഡെൻസ് ആവും. ഇനി സെക്കൻഡ് വൺ വന്നിട്ട് റേഡിയേഷനാണ്. റേഡിയേഷൻ എന്താ ചെയ്യുന്നത്? ന്യൂട്രൽ ഗ്യാസസിനെ കത്തിച്ച് നക്ഷത്രാന്തര മാധ്യമത്തിലേക്ക് തിരികെ വീശാൻ ഈ റേഡിയേഷൻ പ്രവർത്തിക്കുന്നു. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഓവർ ഡെൻസിറ്റിയുള്ള റീജിയനിൽ ഏറ്റവും വലിയ ഹോട്ടായതും അതുപോലെ തന്നെ മാസീവായതും വളരെ വലിയ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നു. ഇത് ബ്ലൂ കളറായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ. ഇനി മറ്റു റീജിയൻ, അതായത് ഡെൻസിറ്റി കുറഞ്ഞ റീജിയൻ, ഡെൻസിറ്റി കുറവ് എന്ന് വെച്ചാൽ ആ ഒരു പ്ലേസിനെ അപേക്ഷിച്ച് ഇവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. അവിടെ സാധാരണ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. മാസ് കുറയുന്നതിനനുസരിച്ച് സാധാരണ നക്ഷത്രങ്ങൾ ആവുന്നുണ്ട് ആ ബ്ലൂ കളർ സ്റ്റാർസ്. അതുകൊണ്ടാണ് ഒരു യുവ നക്ഷത്ര സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൂടുതലും നീല നിറത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കുറഞ്ഞ മാസുള്ള നക്ഷത്രങ്ങളും അവിടെ വളരെ കൂടുതലായിരിക്കും. മഞ്ഞ, ചുവപ്പ് നക്ഷത്രങ്ങളായിരിക്കും ഈ കുറഞ്ഞ മാസുള്ള നക്ഷത്രങ്ങൾ. അവയുടെ പ്രകാശവും ഡിമ്മായിരിക്കും. നീല നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഡിമ്മായിരിക്കും. നീല നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങൾ മീൻസ് ഇപ്പോൾ ഫോം ചെയ്ത നക്ഷത്രങ്ങൾ, അതാണല്ലോ നീല നക്ഷത്രങ്ങൾ. അവ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഡിം സ്റ്റാർസ്, അതായത് ഈ ഡിമ്മായിട്ട് ഫോം ചെയ്യുന്ന മഞ്ഞ, ചുവപ്പ് നക്ഷത്രങ്ങൾ, അത് കൂടുതൽ മാസീവ് ആവാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് ആവുകയും ചെയ്യും ഈ നീല നക്ഷത്രങ്ങൾ ഇല്ലാതിരുന്നാൽ. നക്ഷത്രങ്ങൾ പൊതുവെ പല തരത്തിലാണ് വരുന്നത്. ഓ ടൈപ്പ് നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും ചൂടുള്ളതും വലുതും നീല നിറമുള്ളവയുമാണ്. എം ടൈപ്പ് നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കോൾഡസ്റ്റ്, തണുപ്പുള്ളതും ചെറുതും ചുവപ്പ് നിറമുള്ളവയുമാണ്. കൂടാതെ ഏറ്റവും കുറഞ്ഞ ലോ ലെവൽ മാസ സ്റ്റാർസ് ആയിരിക്കും എം ടൈപ്പ് നക്ഷത്രങ്ങൾ. ബഹുഭൂരിപക്ഷ നക്ഷത്രങ്ങളും എം ക്ലാസ് നക്ഷത്രങ്ങളാണെങ്കിൽ പോലും
താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളുടെയും 1% താഴെ ഒ ഓർ ബി ടൈപ്പ് നക്ഷത്രങ്ങളാണുള്ളത്. ഒരു ഒ ടൈപ്പ് നക്ഷത്രത്തിലെ പിണ്ഡത്തിന് തുല്യമാകാൻ ഏകദേശം 250 സാധാരണ എം ക്ലാസ് ടൈപ്പ് നക്ഷത്രങ്ങൾ ആവശ്യമായിട്ട് വരും. ഈ നക്ഷത്ര രൂപീകരണ നെബുലയിലുണ്ടായിരുന്ന വാതകവും പൊടിയും 90% നക്ഷത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പകരം നക്ഷത്രാന്തര മാധ്യമത്തിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ ഏറ്റവും വേഗതയേറിയതായിട്ട് മാറുന്നു. തുടർന്ന് പദാർത്ഥങ്ങളെ, അതായത് സ്റ്റാർ ഫോമിംഗ് മെറ്റീരിയൽസിനെ നെബുലയിൽ നിന്ന് മാറ്റുന്ന ജോലിയിൽ ഏർപ്പെടുന്നു. ഏതാനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പുതിയ നക്ഷത്രങ്ങൾ രൂപവൽക്കരണത്തെ തടയുന്ന പദാർത്ഥങ്ങൾ ചുറ്റുപാടും കുറയുന്നു. ആത്യന്തികമായി ശേഷിക്കുന്ന വാതകവും പൊടിയും പൂർണ്ണമായി കത്തിത്തീരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രൂപപ്പെടുന്ന ഓരോ നക്ഷത്രത്തിനും മാസ് ഡിപ്പാർട്ട്മെന്റിൽ അത് നേടാനാകാത്ത നിരവധി പരാജയപ്പെട്ട നക്ഷത്രങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ രൂപപ്പെടുന്ന ഓരോ നക്ഷത്രത്തിനും അവയിൽ 10,000 മുതൽ 100 ആയിരക്കണക്കിന് വരെ എവിടെയും പരാജയപ്പെട്ട നക്ഷത്രങ്ങളാണ്. നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ ജിയോ ഫിസിക്കൽ നിർവചനം പാലിക്കാൻ സാധ്യതയുള്ള 100 അല്ലെങ്കിൽ ആയിരക്കണക്കിന് വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഒരു വസ്തുവെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ അവയുടെ പരിക്രമണ സ്ഥാനത്തിൻ്റെ ഗുണത്താൽ ജ്യോതിശാസ്ത്രപരമായി അവ ഒഴിവാക്കപ്പെടുന്നു. നമ്മുടെ സൂര്യനെ പോലെയുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അവയുടെ കാമ്പിൽ സംയോജനം ജ്വലിപ്പിക്കാൻ ആവശ്യമായ പിണ്ഡം ലഭിക്കാത്ത 100 പരാജയപ്പെട്ട നക്ഷത്രങ്ങളുണ്ടെന്ന് ഇപ്പോൾ പരിഗണിക്കുക. വീടില്ലാത്ത ഗ്രഹങ്ങളാണിത്. മാതൃനക്ഷത്രങ്ങളില്ലാതെ ജനിച്ചവർക്ക് ഏറ്റവും സങ്കടകരമായ ജ്യോതിശാസ്ത്ര നാമങ്ങളിലൊന്നുണ്ട് അനാഥഗ്രഹങ്ങൾ. അവയ്ക്ക് അന്തരീക്ഷം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അവ കണ്ടുപിടിക്കാൻ അവിശ്വസനീയം വിധം ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ കണക്ക് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഗാലക്സിയിലെ നമ്മുടേതുപോലെയുള്ള എല്ലാ നക്ഷത്ര ഭ്രമണ പഥങ്ങളിലും 1,00,000 വരെ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അവ ഇപ്പോൾ ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്യുന്നില്ല, ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവയെ കണ്ടെത്താൻ അവിശ്വസനീയം വിധം ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനാൽ യുവ സൗരയൂഥങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരുപാട് ഗ്രഹങ്ങൾ നമുക്കുണ്ടാവാം. നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരുപാട് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിലും ഉണ്ടാകാം. തെമ്മാടി ഗ്രഹങ്ങൾ ഗാലക്സിയിൽ അലഞ്ഞു തിരിയുന്നു. അവരിൽ ഭൂരിഭാഗവും ഏകാന്തതയിൽ എന്നേക്കും അധ്വാനിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു മാതൃനക്ഷത്രത്തിൻ്റെ ഊഷ്മളത ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവർ. ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രകാശം പുറപ്പെടുവിപ്പിക്കുന്ന വസ്തുക്കൾ ഇല്ലായിരിക്കാം. പക്ഷേ നക്ഷത്രങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിൽ കണ്ടെത്താൻ ധാരാളം ലോകങ്ങളുണ്ടെന്ന് അറിയുക.